കടുത്തുരുത്തി വലിയ പള്ളി ചരിത്രം. സെൻറ് മേരീസ് ഫൊറൈൻ ചർച്ച് വലിയ പള്ളി കടുത്തുരുത്തി. ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ കടുത്തുരുത്തി ഫൊറോന പള്ളി AD 500 സ്ഥാപിക്കപ്പെട്ടു. ക്നാനായക്കാർ കൊടുങ്ങല്ലൂരിൽ നിന്നും കടുത്തുരുത്തിയിൽ കുടിയേറിപ്പാർത്തു എന്നാണ് ചരിത്രം. ജലമാർഗമുള്ള കച്ചവടത്തിന് കടുത്തുരുത്തിക്കുണ്ടായിരുന്ന പ്രാധാന്യവും ധാരാളം കുടുംബങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി. ക്നാനായ സമുദായ അംഗങ്ങൾ വടക്കങ്കൂർ രാജവംശത്തോട് കുറു പുലർത്തുന്നവരും രാജ്യസേവനത്തിൽ തൽപരരും ആയിരുന്നു. തന്മൂലം ആരാധനാലയ സ്ഥാപനത്തിന് അവർ മുന്നോട്ട് വന്നപ്പോൾ വടക്കങ്കൂർ രാജാവിൽ നിന്നും കരമൊഴിവായി കിട്ടിയ സ്ഥലത്താണ് കടുത്തുരുത്തിയിലെ വലിയ പള്ളി സ്ഥാപിച്ചത്. പള്ളിക്ക് ചുറ്റും ഗോപുരങ്ങളോടുകൂടിയ കോട്ട ഉണ്ടായിരുന്നു. പള്ളിയുടെ ആരംഭകാലത്തെക്കുറിച്ച് ചരിത്രരേഖകൾ വ്യക്തമല്ല. ഇത് 1456 സ്ഥാപിച്ചതായിട്ടാണ് ഈ പള്ളിയുടെ പാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1590 പള്ളി വലുതാക്കി പണിതു. അതിനായി 4 വൈദികരുടെ സാന്നിധ്യത്തിൽ മാർ അബ്രാഹം മെത്രാപ്പോലീത്ത കല്ലിട്ടു എന്ന് ഇപ്പോഴത്തെ പള്ളിയുടെ ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള കരിങ്കൽ ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർ അബ്രാഹം മെത്രാപ്പോലീത്ത തന്നെ പള്ളി അഭിഷേകം ചെയ്യുകയും ചെയ്തു. 1887 വരെ ഇതല്ലാതെ കേരളത്തിൽ വേറൊരു ദേവാലയവും അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം സ്മരണീയമാണ്. 1663 കേരളത്തിലെ ആദ്യത്തെ വികാരി അപ്പസ്തോലിക്കയായി പറമ്പിൽ അലക്സ് അന്ത്രയോസ് മെത്രാനെ ബിഷപ്പ് മാർ സെബസ്ത്യാനി അഭിഷേകം ചെയ്തു. 1890 മാക്കിൽ ബഹുമാനപ്പെട്ട മത്തായി അച്ഛനെ പിന്നീട് കോട്ടയം വികാരി അപ്പസ്തോലിക്കയായിരുന്നു. തെക്കും വിഭാഗക്കാരുടെ പ്രത്യേക വികാരി ജനറലായി ആഡംബരപൂർവ്വം വാഴിച്ചതും കടുത്തുരുത്തി വലിയ പള്ളിയിൽ വെച്ചാണ്. പൂർവ്വകാലം മുതൽ തന്നെ ക്നാനായ സമുദായക്കാർ തങ്ങളുടെ തലപ്പള്ളിയായി കടുത്തുരുത്തി വലിയ പള്ളിയെ പരിഗണിച്ചു പോരുന്നു. ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ, കൊത്തുപണികൾ, മധുബഹ, മാമോദിസ തൊട്ടി, കരിങ്കൽ കുരിശ്, എഴുത്തോല ശേഖരങ്ങൾ, പഞ്ചലോഹങ്ങൾ കൊണ്ടുള്ള പള്ളിമണി, മണിയുള്ള കാസ, വലിയ അരളിക്ക തുടങ്ങിയവ പ്രാചീനത്വം കൊണ്ടും കലാഭംഗി കൊണ്ടും പ്രസിദ്ധിയാർജിച്ചവയാണ്. പുരാതനമായ ഈ പള്ളിയെക്കുറിച്ചും കരിങ്കൽ കുരിശിനെക്കുറിച്ചും ധാരാളം ആളുകൾ ഗവേഷണം നടത്തി വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1627 മുതൽ 1629 വരെ കടുത്തുരുത്തിയിൽ താമസിച്ച് ഒരു സെമിനാരി നടത്തിയ റോമാക്കാരൻ ഫാദർ ഫ്രാൻസിസ് ഡൊണാത്തി OP എഴുതിയ റിപ്പോർട്ടിൽ വലിയ പള്ളിയെ കടുത്തുരുത്തിയിലെ ഡോമോ അഥവാ കത്തീഡ്രൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം രൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്ത മാർ കുര്യാക്കോസ് കുന്നശ്ശേരി ഈ ഇടവക അംഗമാണ്. ഈ ഇടവകയിൽ 320 കുടുംബങ്ങളും 1800ഓളം അംഗങ്ങളുമാണുള്ളത്. 1961 മുതൽ സെൻറ് ജോസഫ്സ് കന്യകാ സമൂഹത്തിൻ്റെ ഒരു ശാഖാഭവനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 1920 ഇവിടെ സ്ഥാപിതമായ സെൻറ് മൈക്കിൾസ് UP സ്കൂൾ 1947 ഹൈസ്കൂളായും 1988 ഹയർ സെക്കൻഡറിയായും ഉയർത്തപ്പെട്ടു. മേരിമാത ITC 1978 സ്ഥാപിച്ചു. ബസ്തലായെ ബാലഭവനം 1978 സ്ഥാപിക്കപ്പെട്ടു. 1977 അഭിമന്യ കുന്നശ്ശേരി പിതാവിൻ്റെ മെത്രാഭിഷേക രജത ജൂബിലി സ്മാരക ഹാൾ സ്ഥാപിക്കപ്പെട്ടു. ഇടവകയിലെ വീടുകളധികവും വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്നു. സെപ്റ്റംബർ 8 ഈ പള്ളിയുടെ കല്ലിട്ട തിരുനാൾ ആചരിക്കുന്നു. ക്നാനായക്കാർക്ക് പ്രാധാന്യമുള്ള 3 നോമ്പാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ. അതോടനുബന്ധിച്ച് മാതാവിൻ്റെ ദർശന തിരുനാളും ആഘോഷിക്കുന്നു. പെന്തക്കുസ്ത തിരുനാളിന് മുമ്പുള്ള വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ 40 മണി ആരാധനയും നടത്തുന്നുണ്ട്. 16 കോൽ പൊക്കമുള്ള കടുത്തുരുത്തിയിലെ കരിങ്കൽ കുരിശ് ഭാരതത്തിലെ ഏറ്റവും വലിയ കരിങ്കൽ കുരിശാണെന്ന് കരുതപ്പെടുന്നു. 1596 സ്ഥാപിച്ചതാണ് ഇതെന്നും ഗോവ മെത്രാപ്പോലിത്തയായിരുന്ന ദോം അലക്സിസ് മെനേസിസ് തിരുമനസ്സുകൊണ്ട് 1599 ദുഃഖവെള്ളിയാഴ്ച ഇത് ആഘോഷപൂർവ്വം കുദാശ ചെയ്തുവെന്നും ചരിത്രരേഖകളിൽ കാണുന്നു. ഈ കരിങ്കൽ കുരിശിൽ പ്രാർത്ഥിക്കുവാനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനുമായി ജാതിമത ഭേദമന്യേ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ വെള്ളിയാഴ്ചകളിൽ വരുന്നുണ്ട്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ആയിരക്കണക്കിന് ആളുകൾ കുരിശിനെ വന്നിച്ച് ചുറ്റുവിളക്ക് കത്തിക്കുകയും അനുഗ്രഹങ്ങളും രോഗശാന്തിയും നേടുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ചകളിൽ കുരിശിൻ്റെ നൊവേനയും നടത്തപ്പെടുന്നു. കടുത്തുരുത്തി വലിയ പള്ളിയിൽ
അതിപുരാതന കാലം മുതൽ പ്രധാന തിരുനാളായ മൂന്ന് നോമ്പിൻ്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം ചരിത്രപ്രസിദ്ധമായ കരിങ്കൽ കുരിശിൻ ചുവട്ടിൽ വെച്ച് പരമ്പരാഗതമായി നടന്നുവരുന്ന ഒരു സമൂഹ പ്രാർത്ഥനയാണ് പുറത്തു നമസ്കാരം. ഭക്തിനിർഭരവും പ്രാർത്ഥനാസമ്പുഷ്ടവും അർത്ഥപൂർണവും അന്യാദൃശ്യവുമായ ഈ ഭക്താനുഷ്ഠാനത്തിൽ സംബന്ധിക്കുവാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നു പോലും ധാരാളം ആളുകൾ വന്നെത്താറുണ്ട്. കടുത്തുരുത്തി വലിയ പള്ളിയിൽ മാത്രം കാണുന്ന മറ്റൊരു തിരുക്കർമ്മ അനുഷ്ഠാനമാണ് ഉയർപ്പ് ഞായർ, മരിച്ചുപോയ പൂർവികരെ അനുസ്മരിക്കൽ. ഉയർപ്പ് ഞായർ ഉയർപ്പിൻ്റെ തിരുക്കർമ്മം കഴിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി ജനങ്ങളെല്ലാവരും പള്ളിയുടെ പടിഞ്ഞാറ് അധികം ദൂരമില്ലാത്ത കുരിശുമൂട് കടവിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശടിയിലേക്ക് തിരികൾ കത്തിച്ച് പ്രദക്ഷിണമായി പോയി AD 345 കുടിയേറ്റ യാത്രയിൽ മരിച്ച് കടലിൽ സംസ്കരിക്കപ്പെട്ട പൂർവികരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ക്നാനായക്കാരുടെ ആദ്യ ദേവാലയമായ വിശുദ്ധ തോമാസ് ലീഹയുടെ നാമത്തിലുള്ള കൊടുങ്ങല്ലൂരെ ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ദിവസം കടലിനഭിമുഖമായി നിന്ന് കടലിൽ മരിച്ച പൂർവികർക്ക് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിച്ചു വരുന്ന പാരമ്പര്യമാണ് ഇതിൻ്റെ അടിസ്ഥാനം. കടുത്തുരുത്തി വലിയ പള്ളിയിൽ ഓശാന ഞായറാഴ്ച സന്താനലബ്ധിക്കായി നെയ്യപ്പ നേർച്ച നടത്തി മാതാവിൻ്റെ അനുഗ്രഹത്താൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതായി നിരവധി ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ കുട്ടികളെ മുത്തിയമ്മയ്ക്ക് അടിമ വയ്ക്കുന്നതിന് ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്.